തിരമാലകളിൽ ആടിയും ഉലഞ്ഞും ആ പടക്കപ്പലുകൾ ശത്രുരാജ്യത്തോട് അടുക്കുകയാണ്. ഏറിയാൽ 2-3 മണിക്കൂറുകൾ മാത്രം അതിനകം ആ കപ്പലുകൾ തീരം തൊടും. ശത്രുസേന എണ്ണത്തിൽ വളരെ കൂടുതലാണ്. എന്നാൽ അതിൻ്റെ സമ്മർദ്ദമൊന്നും സേനാനായകൻ്റെ മുഖത്ത് പ്രകടമല്ല. വിജയത്തിൽ കുറഞ്ഞ മറ്റൊന്നും തങ്ങളുടെ ലക്ഷ്യമല്ല എന്ന് നിശ്ചയദാർഢ്യം തുളുമ്പുന്ന ആ മുഖഭാഗം വ്യക്തമാക്കുന്നു. കപ്പലുകൾ തീരം തൊട്ടു. സൈനികരെല്ലാം കരയിലിറങ്ങി. യുദ്ധസാമഗ്രികളും ഇറക്കി വെച്ചു. അപ്പോൾ വരുന്നു സേനാനായകൻ്റെ ഉത്തരവ്: തങ്ങൾ യാത്ര ചെയ്തു വന്ന കപ്പലുകൾക്ക് തീ വയ്ക്കുക. 1-ാം ദിവസത്തെ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പായി തൻ്റെ സൈനികരെ അഭിസംബോധന ചെയ്തുകൊണ്ട് ആ സേനാനായകൻ എരിയുന്ന കപ്പലുകളിലേക്ക് ചൂണ്ടിപ്പറഞ്ഞു: നോക്കൂ, നമ്മൾ വന്ന കപ്പലുകളെ അഗ്നിനാളങ്ങൾ വിഴുങ്ങിക്കഴിഞ്ഞു. ഇവിടെ നിന്ന് ജീവനോടെ രക്ഷപ്പെടാനുള്ള അവസാന മാർഗവും അടയുകയാണ്. ഇനി നമ്മളുടെ മുന്നിൽ 2 വഴികളേ ഉള്ളൂ: ഒന്നുകിൽ വിജയിക്കുക, അല്ലെങ്കിൽ നശിക്കുക. അവർ വിജയം തിരഞ്ഞെടുത്തു. വിജയത്തിനു വേണ്ടിയുള്ള തീവ്രമായ ആഗ്രഹം അവരുടെ സിരകളിലൂടെ അഗ്നിയായി പടർന്നു. ആ അഗ്നി അവരെ വിജയത്തിലേക്ക് നയിച്ചു. ഇതിൻ്റെ പിന്നിൽ ഉള്ള രഹസ്യം ഒന്ന് മാത്രമാണ്: എരിയുന്ന ആഗ്രഹം, അതായത് ബേണിംഗ് ഡിസയർ. ഇതൊരു മാനസികാവസ്ഥയാണ്. പിൻവാങ്ങാനുള്ള സകല സാധ്യതകളും ഇല്ലാതാക്കി വിജയം ഉറപ്പിക്കുന്ന ഒരു മാനസികാവസ്ഥ. വിജയം ആഗ്രഹിക്കുന്ന ഏതൊരാളും ഈ മാനസികാവസ്ഥ സൃഷ്ടിക്കേണ്ടിയിരിക്കുന്നുവെന്ന് ഊന്നിപ്പറയുന്ന ഒരു പുസ്തകമുണ്ട്. അമേരിക്കൻ എഴുത്തുകാരൻ നെപ്പോളിയൻ ഹിൽ എഴുതിയ ചിന്തയിലൂടെ സമ്പന്നനായി വളരുക എന്ന് മലയാളാർത്ഥം നൽകാവുന്ന തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് എന്ന ഈ പുസ്തകത്തിൻ്റെ കാര്യമാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. 20 വർഷക്കാലത്തിലധികം നീണ്ടുനിന്ന ഗവേഷണത്തിലൂടെ ദാരിദ്ര്യത്തിൽ ജനിച്ച് പിന്നീട് അതിസമ്പന്നരായി മാറിയ 500-ലധികം ആൾക്കാരുടെ ജീവിതം വിശകലനം ചെയ്ത് അവരുടെ ജീവിത വിജയത്തിൻ്റെ പിന്നിലെ രഹസ്യം നമുക്ക് മുന്നിൽ തുറന്നു വെക്കുകയാണ് നെപ്പോളിയൻ ഹിൽ ഈ പുസ്തകത്തിൽ. ആ വിജയ രഹസ്യം ഫിലോസഫി ഓഫ് അച്ചീവ്മെൻറ്റ്സ് അഥവാ നേട്ടങ്ങളുടെ തത്വശാസ്ത്രം എന്ന പേരിൽ 13 പ്രിൻസിപ്പിൾസ്, അതായത് തത്വങ്ങളായി ക്രോഡീകരിച്ചിരിക്കുന്നു നെപ്പോളിയൻ ഹിൽ ഈ പുസ്തകത്തിൽ. ഈ 13 തത്വങ്ങളിലുമായി പരന്നു കിടക്കുന്ന രഹസ്യങ്ങളെ ഒറ്റ വാക്കിൽ ഇങ്ങനെ സംഗ്രഹിക്കാം: നിങ്ങളുടെ ചിന്തകളാണ് നിങ്ങളുടെ ജീവിതത്തെ സൃഷ്ടിക്കുന്നത്. വേറൊരു തരത്തിൽ പറഞ്ഞാൽ, നിങ്ങൾ ജീവിതത്തിൽ ഇന്ന് വരെ നേടിയ സകലവിധ സമ്പാദ്യങ്ങളുടെയും തുടക്കം നിങ്ങളുടെ ചിന്തയിൽ ഉടലെടുത്ത ഒരാശയത്തിൽ നിന്നായിരുന്നു. കൃത്യമായ ലക്ഷ്യബോധവും ബേണിംഗ് ഡിസയറും ഉണ്ടെങ്കിൽ എന്തും നേടാമെന്ന് നെപ്പോളിയൻ ഹിൽ അവകാശപ്പെടുന്നു. എല്ലാ നേട്ടങ്ങളുടെയും തുടക്കം തീവ്രമായ ഒരു ആഗ്രഹത്തിൽ നിന്നായിരുന്നു എന്ന് സ്ഥാപിക്കുന്നതിനായി അദ്ദേഹം ചരിത്രത്തിലേക്ക് തന്നെ വിരൽ ചൂണ്ടുന്നു. വൈദ്യുതി കൊണ്ട് തെളിയുന്ന ഒരു വിളക്കിനു വേണ്ടിയുള്ള തോമസ് ആൽവാ എഡിസൻ്റെ തീവ്രമായ ആഗ്രഹം ഇലക്ട്രിക് ബൾബിൻ്റെ പിറവിക്ക് നാന്ദി കുറിച്ചു. ഈ വിജയം അദ്ദേഹം നേടുന്നതിനിടയിൽ 10,000-ലധികം തവണയാണ് അദ്ദേഹം പരാജയപ്പെട്ടത്. അതുപോലെ തന്നെ കുതിരകളുടെ സഹായമില്ലാതെ സ്വയം ചലിക്കുന്ന ഒരു വാഹനത്തിനു വേണ്ടിയുള്ള ഹെൻറി ഫോർഡിൻ്റെ തീവ്രമായ ആഗ്രഹം, അതായത് ബേണിംഗ് ഡിസയർ, ഓട്ടോമൊബൈൽ അഥവാ മോട്ടോർ കാറും ആകാശത്തിലൂടെ പറക്കുന്ന ഒരു യന്ത്രത്തിനു വേണ്ടിയുള്ള റൈറ്റ് സഹോദരന്മാരുടെ എരിയുന്ന ആഗ്രഹം, അതായത് ബേണിംഗ് ഡിസയർ, എയ്റോപ്ലെയിനും യാഥാർത്ഥ്യമാക്കി. നാം എല്ലാവരും പണം സമ്പാദിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണല്ലോ. ബേണിംഗ് ഡിസയർ ഉണ്ടെങ്കിൽ നമ്മുടെ മനസ്സിൽ ഉടലെടുക്കുന്ന ആഗ്രഹങ്ങളെ യഥാർത്ഥ വസ്തുക്കളായി മാറ്റാൻ കഴിയുമെന്ന നെപ്പോളിയൻ ഹില്ലിൻ്റെ ഈ പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് ധനസമ്പാദനത്തിനു വേണ്ടിയുള്ള നമ്മുടെ ആഗ്രഹങ്ങളെയും യഥാർത്ഥ പണമായി മാറ്റാൻ കഴിയും എന്നുറപ്പിച്ച് പറയുന്നു നെപ്പോളിയൻ ഹിൽ. അതിനുള്ള മാർഗവും അദ്ദേഹം നിർദ്ദേശിക്കുന്നു. അതിനുവേണ്ടി 6 കാര്യങ്ങൾ നാം ചെയ്യേണ്ടതുണ്ട്. ആ 6 കാര്യങ്ങൾ ഇവയാണ്. 1. നിങ്ങൾ ആഗ്രഹിക്കുന്ന പണം എത്രയാണെന്ന് കൃത്യമായി മനസ്സിൽ ഉറപ്പിക്കുക. എനിക്ക് ധാരാളം പണം സമ്പാദിക്കണമെന്നൊക്കെ പൊതുവായി തീരുമാനിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. എത്ര തുകയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് കൃത്യമായി തന്നെ മനസ്സിൽ ഉറപ്പിച്ചിരിക്കണം. 2. നിങ്ങൾ ആഗ്രഹിക്കുന്ന പണം നേടുന്നതിനായി നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് തീരുമാനിക്കുക. 3. നിങ്ങൾ ആഗ്രഹിക്കുന്ന തുക സമ്പാദിക്കുന്നതിനായി കൃത്യമായി ഒരു തീയതി നിശ്ചയിക്കുക. നിശ്ചിത സമയം തീരുമാനിക്കുന്നത് ലക്ഷ്യം നേടുന്നതിനുള്ള നിങ്ങളുടെ ആഗ്രഹത്തിൻ്റെ തീവ്രത വർദ്ധിപ്പിക്കും. 4. നിങ്ങൾ ആഗ്രഹിക്കുന്ന പണം സമ്പാദിക്കുന്നതിനായി കൃത്യമായ ഒരു പദ്ധതി തയ്യാറാക്കിക്കൊണ്ട് ഉടൻ തന്നെ പ്രവർത്തനം തുടങ്ങുക.
5. ഇപ്പറഞ്ഞ 4 കാര്യങ്ങളുടെയും ഉത്തരങ്ങൾ കൃത്യമായും വ്യക്തമായും ഒരു കടലാസിൽ എഴുതുക. 6. എന്നും വൈകിട്ട് ഉറങ്ങാൻ പോകുന്നതിന് മുമ്പും രാവിലെ ഉണർന്ന ഉടനെയും കടലാസിൽ എഴുതിയ ഈ വിവരങ്ങൾ വായിക്കുക. മനസ്സിൽ വായിച്ചാൽ പോലെ ശബ്ദം വെളിയിൽ വരണം. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങൾ നിങ്ങളുടെ ഉപബോധ മനസ്സിന് നിർദ്ദേശങ്ങൾ നൽകുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ ഇത് വായിക്കുമ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച പണം നേടിക്കഴിഞ്ഞതായി കാണുകയും അനുഭവിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുക. ഓർമ്മിക്കുക, നേടാൻ കഴിയാമെന്ന പൂർണ്ണ വിശ്വാസമില്ലെങ്കിൽ ഇങ്ങനെ ഉറക്കെ വായിക്കുന്നത് യാതൊരു വ്യത്യാസവും വരുത്തുന്നില്ല. കാരണം നിങ്ങളുടെ ഉപബോധ മനസ്സിനെ നിങ്ങളുടെ വികാരങ്ങളെയും തിരിച്ചറിയാൻ കഴിയും എന്നുള്ളതാണ്. ഈ 6 കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ ധനസമ്പാദനത്തിന് വേണ്ടിയുള്ള നമ്മുടെ ആഗ്രഹങ്ങളെ യഥാർത്ഥ പണമായി രൂപാന്തരപ്പെടുത്താൻ കഴിയുമെന്ന് സാക്ഷ്യപ്പെടുത്തുന്നവരിൽ വ്യവസായി ആൻഡ്രൂ കാർണഗിയും മഹാനായ ശാസ്ത്രജ്ഞൻ തോമസ് ആൽവ എഡിസണും ഉൾപ്പെടുന്നു. എന്നാൽ എന്തുകൊണ്ടാണ് ചില ആളുകൾക്ക് ഇത്തരം തീവ്രമായ ആഗ്രഹങ്ങൾ ഉണ്ടായിട്ടും അവർ ഇക്കാര്യത്തിൽ വിജയിക്കാതെ പോകുന്നത്? അതിനുള്ള കാരണമായി നെപ്പോളിയൻ ഹിൽ പറയുന്നത്, ഡിസയർ ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ല, അതിനെ ശരിയായ പ്രവൃത്തിയിലേക്ക് വഴിതിരിച്ചു വിടണം എന്നുകൂടിയാണ്. ഇത് വ്യക്തമാക്കുന്നതിനായി എഡ്വിൻ സി ബാൺസ് എന്നൊരു അമേരിക്കക്കാരൻ്റെ ജീവിത പാഠം നെപ്പോളിയൻ ഹിൽ ഉദാഹരണമായി നൽകുന്നു. ഒരു ബിസിനസ്സുകാരനാകുന്നതിനുള്ള സാമ്പത്തിക പശ്ചാത്തലമോ വിദ്യാഭ്യാസമോ ഒന്നും എഡ്വിൻ സി ബാൺസിനുണ്ടായിരുന്നില്ല. എന്നിട്ടും അയാളുടെ മനസ്സിൽ ഒരാഗ്രഹം ഉടലെടുത്തു. മഹാനായ ശാസ്ത്രജ്ഞൻ തോമസ് ആൽവ എഡിസന്റെ ബിസിനസ് പങ്കാളിയായി മാറണം. ഈ ആഗ്രഹം ഒരു ബേണിംഗ് ഡിസയറായി വളർന്നപ്പോൾ എഡിസനെ നേരിൽ കണ്ട് കാര്യം പറയാൻ അയാൾ തീർച്ചയാക്കി. പക്ഷേ 2 തടസ്സങ്ങൾ. 1, എഡിസനെ അയാൾക്ക് നേരിട്ട് പരിചയമില്ല. 2, എഡിസൻ്റെ നാടായ ന്യൂ ജേഴ്സിയിലേക്ക് പോകാനുള്ള യാത്രക്കൂലി പോലും അയാളുടെ കൈവശമില്ല. എന്നാൽ എഡ്വിൻ സി ബാൺസ് നിരാശനായില്ല. റെയിൽവേ ടിക്കറ്റിന് പണം തികയാതെ വന്നതിനാൽ ഒരു ചരക്ക് തീവണ്ടിയിൽ ന്യൂ ജേഴ്സിയിലെത്തി ഉറച്ച കാൽവയ്പ്പുകളോടെ എഡിസൻ്റെ മുന്നിൽ നിന്ന് പറഞ്ഞു താൻ അദ്ദേഹത്തിൻ്റെ ബിസിനസ് പങ്കാളിയാകാൻ വന്നതാണ് എന്ന്. ഈ കൂടിക്കാഴ്ചയ്ക്ക് സാക്ഷ്യം വഹിച്ചവർ ബാൺസിൻ്റെ ഈ ആഗ്രഹത്തെ ഒരു തമാശയായേ കരുതിയുള്ളൂ. എന്നാൽ എഡിസൺ അയാൾക്കൊരു അവസരം നൽകാൻ തീരുമാനിച്ചു. ഒന്നുമില്ലായ്മയിൽ നിന്നും ശതകോടീശ്വരനിലേക്കുള്ള എഡ്വിൻ സി ബാൺസിൻ്റെ വളർച്ച അവിടെ തുടങ്ങുകയായിരുന്നു. 5 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം എഡിസൻ്റെ ബിസിനസ് പങ്കാളിയാകുക എന്ന തീവ്രമായ ആഗ്രഹം സാക്ഷാത്കരിച്ചു. ബാൺസ് ഒരു സുപ്രഭാതത്തിൽ ശതകോടീശ്വരനായി മാറുകയല്ല ഉണ്ടായത്. എങ്ങനെ എഡിസൻ്റെ ബിസിനസ് പങ്കാളിയായി മാറാമെന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ മുഴുവൻ ചിന്തയും. 2 വർഷക്കാലം അദ്ദേഹം എഡിസൻ്റെ ഓഫീസിൽ ഒരു തൂപ്പുകാരനായി ജോലി ചെയ്തു. എന്നിട്ടും ഒരിക്കൽ പോലും ആ ജോലിയിൽ അദ്ദേഹം അതൃപ്തി രേഖപ്പെടുത്തുകയോ ജോലി ഉപേക്ഷിക്കുന്ന കാര്യം ആലോചിക്കുകയോ ചെയ്തില്ല. മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ ബാൺസിൻ്റെ ജോലി അദ്ദേഹത്തിൻ്റെ ലക്ഷ്യവുമായി യാതൊരു ബന്ധവും ഇല്ലാത്തതായിരുന്നു. എന്നാൽ ബാൺസ് ആകട്ടെ താൻ എഡിസൻ്റെ ഓഫീസിൽ ജോലി ചെയ്ത ഇക്കാലം അത്രയും എഡിസൻ്റെ രീതികൾ നിരീക്ഷിക്കുന്നതിനായി ഉപയോഗപ്പെടുത്തി തൻ്റെ അവസരത്തിനായി കാത്തിരുന്നു. ഒടുവിൽ ആ അവസരം ബാൺസിനെ തേടിയെത്തുക തന്നെ ചെയ്തു. എഡിസൺ അക്കാലത്ത് വികസിപ്പിച്ചെടുത്ത എഡിസൺ ഡിക്റ്റേറ്റിംഗ് മെഷീൻ എന്ന ഓഫീസ് ഉപകരണത്തിൻ്റെ രൂപത്തിലാണ് ആ അവസരം ബാൺസിനെ തേടിയെത്തിയത്. ഈ ഉപകരണമാണ് പിന്നീട് എഡിഫോൺ എന്ന പേരിൽ പ്രചാരം നേടിയത്. എഡിസൺ വികസിപ്പിച്ചെടുത്ത മറ്റ് ഉപകരണങ്ങളുടെ സ്ഥിരം വിപണനക്കാർ ഇതിന് വിപണന സാധ്യതയില്ല എന്ന പേരിൽ തള്ളിക്കളഞ്ഞു. ഇതെല്ലാം നിരീക്ഷിച്ച ബാൺസ് ഇത് ഒരവസരമായി കരുതി എഡിഫോൺ വിൽപ്പനയ്ക്കായുള്ള ഒരു പദ്ധതി എഡ്വിൻ സി ബാൺസ് തോമസ് ആൽവ എഡിസന് മുന്നിൽ വയ്ക്കുന്നു. എഡിസൺ ആ പദ്ധതി അംഗീകരിച്ചു. ധാരാളം എഡിഫോണുകൾ വിറ്റുപോയി. സംതൃപ്തനായ എഡിസൺ എഡിഫോണിൻ്റെ അമേരിക്കയിലെ മുഴുവൻ വിതരണാവകാശവും എഡ്വിൻ സി ബാൺസിന് നൽകി. എഡ്വിൻ സി ബാൺസ് ആൻഡ് ബ്രദേഴ്സ് എന്ന സ്വന്തം കമ്പനി സ്ഥാപിച്ചുകൊണ്ട് അങ്ങനെ ബാൺസ് തോമസ് ആൽവ എഡിസൻ്റെ ബിസിനസ് പങ്കാളിയായി മാറി. ഇതിലൂടെ എഡ്വിൻ സി ബാൺസ് ശതകോടീശ്വരനായി മാറി എന്നത് യാഥാർത്ഥ്യം. എന്നാൽ അതിലും പ്രധാനപ്പെട്ട മറ്റൊന്നുണ്ട്. തൻ്റെ ജീവിത പാഠത്തിലൂടെ എഡ്വിൻ സി ബാൺസ് ലോകത്തിന് പകർന്നു നൽകിയ സന്ദേശമാണത്. നമ്മുടെ മനസ്സിലുള്ള തീവ്രമായ ആഗ്രഹങ്ങളെ യാഥാർത്ഥ്യമാക്കി മാറ്റാൻ കഴിയും എന്ന സന്ദേശമാണത്.